ഈശ്വരവചനപ്രകാരം പറയുന്നു, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനുള്ള കൂടെ എടുക്കപ്പെടും. വീണ്ടും കർത്താവ് പറയുന്നു, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അതാണ് അതിൻ്റെ കാരണം. ദൈവവചനം സ്വീകരിച്ച് അത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവവചനം സ്വീകരിക്കാത്ത വ്യക്തികളിൽ ഉള്ളത് കൂടി അവർ നെടുക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ദരിദ്രനായൊരു വ്യക്തി ദരിദ്രനായിരിക്കുന്നുവെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയുക. അവൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പാപാവസ്ഥകൾ അവരെന്ന് മാറ്റിക്കളയാനുണ്ടെങ്കിൽ അത് അനുദപിച്ച് അവൻ മാറ്റിക്കളയുമ്പോൾ, അവൻ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ അവന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി അവൻ്റെ ജീവിതത്തിലേക്ക് വരും. ഒരു പക്ഷേ നമ്മുടെ പൂർവികരോ ഒക്കെ ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം അനുദപിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അനുദപിക്കുക, ബലികൾ അർപ്പിക്കുക, പരിഹാര ബലികൾ അർപ്പിക്കുക, പാപപരിഹാര ബലികൾ അർപ്പിക്കുക. അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.